ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്വന്തമായൊരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ നിർവൃതിയിലാണ് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ അമൽ കൃഷ്ണ എന്ന വിദ്യാർത്ഥി. അമൽ കൃഷ്ണയ്ക്ക് വീട് നിർമ്മിക്കാൻ സഹായം തേടിയതാകട്ടെ കൂട്ടുകാരി ശിവാനിയും. അതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ പേര് നീട്ടി വിളിച്ചാണ് ഈ കുരുന്ന് അന്ന് സഹായം അഭ്യർത്ഥിച്ചിരുന്നത്. മലയാളികൾ ഇന്നും മറന്നിട്ടില്ലാത്ത ആ വിളിയിൽ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട അമൽ കൃഷ്ണയുടെ വീട് നിർമ്മാണത്തിന്റെ റിപ്പോർട്ട് കാണുന്നതിന് മുൻപ് കാണാം പ്രധാന വാർത്തകൾ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ്. പ്രതിഷേധവുമായി നിലമ്പൂരിൽ കർഷക ധർണ. നമ്മുടെ സ്വത്തം മലയാള ഭാഷയിലാണെന്ന് ഡോക്ടർ MN കാരശ്ശേരി. സർവശിക്ഷ അഭിയാൻ നേതൃത്വത്തിൽ മാതൃഭാഷാ പൊതുവിദ്യാലയങ്ങൾ എന്ന വിഷയത്തിൽ സംവാദം. തൊഴിൽ നിയമം കാറ്റിൽ പറത്തിയാണ് കൺസ്യൂമർ ഫെഡിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് യങ് വർക്കേഴ്സ് ദേശീയ പ്രസിഡന്റ് കാഞ്ഞിരവിള അജയകുമാർ. അന്യായമായ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. തൊഴിൽ നിയമം കാറ്റിൽ പറത്തിയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് കൺസ്യൂമർ ഫെഡ് തൊഴിലാളികളെ പിരിച്ചുവിട്ടതെന്ന് യങ് വർക്കേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കാഞ്ഞിരവിള അജയകുമാർ. കൺസ്യൂമർ ഫെഡിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള പെരിനിയൽ കോൺട്രാക്ട് എംപ്ലോയീസ് ഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺസ്യൂമർ ഫെഡിൽ നിന്ന് പിരിച്ചുവിട്ട തൊഴിലാളികളാണ് മാനാഞ്ചിറ കൺസ്യൂമർ ഫെഡിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയത്. ജില്ലയിലെ 85ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, ബോണസ്, വേജസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുക, പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. ഓൾ കേരള പെരിനിയൽ കോൺട്രാക്ട് എംപ്ലോയീസ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ യങ് വർക്കേഴ്സ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കാഞ്ഞിരവിള അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിയമം കാറ്റിൽ പറത്തിയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് കൺസ്യൂമർ ഫെഡ് തൊഴിലാളികളെ പിരിച്ചുവിട്ടതെന്ന് അദ്ദേഹം ആരോപിച്ചു. തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. നന്മ സ്റ്റോറുകൾ സ്വകാര്യ ലോബിയുമായി ഇടകലർന്നതുകൊണ്ടാണ് നാശം സംഭവിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾ പല പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടെന്നും ഇതുതന്നെയാണ് ഇന്നും തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ ഈ കൺസ്യൂമർ ഫെഡ് എന്ന മഹത്തായ സ്ഥാപനത്തെ അഴിമതിയിൽ എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ വഴിയാധാരമാക്കിക്കൊണ്ട് അഴിമതി നടത്തിയ മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2012 ശേഷം കേരളത്തിൽ മൊത്തം 1500ഓളം ജീവനക്കാരെയാണ് കൺസ്യൂമർ ഫെഡ് പിരിച്ചുവിട്ടത്. നന്മ സ്റ്റോർ, ത്രിവേണി മെഡിക്കൽ സ്റ്റോർ, ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങി മെച്ചപ്പെട്ട വിറ്റുവരവുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ജീവനക്കാരെ തഴഞ്ഞെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC ജില്ലാ പ്രസിഡന്റ് M രാജൻ, KC രാമചന്ദ്രൻ, സഞ്ജയ് MC, റജി കുര്യൻ, R അനിൽകുമാർ, സുജിത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ 123 പശ്ചിമഘട്ട വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിഭൂമികളും തോട്ടങ്ങളും ESA പരിധിയിൽ നിന്നും ഒഴിവാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തെ UDF, UPA, NDA സർക്കാരുകൾ അവഗണിച്ചു എന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ്. ഇതിനെതിരെ നിലമ്പൂരിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നും ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. നവംബർ 13 ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തിലെ 4156 വില്ലേജുകൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം 3 വർഷം പിന്നിടുകയാണ്. കരട് വിജ്ഞാപനം ഇറക്കിയാൽ 545 ദിവസം കഴിയുമ്പോൾ അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന നിയമം പാലിക്കാതെ കേന്ദ്ര സർക്കാർ തികഞ്ഞ അലംഭാവമാണ് മലയോര മേഖലയിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്
നവംബർ 14 ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കർഷകരുടെ വമ്പിച്ച പ്രതിഷേധ ധർണ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന UPA ഗവൺമെന്റ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA ഗവൺമെന്റോ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റോ ഫലപ്രദമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 14 പിറ്റേ ദിവസം തിങ്കളാഴ്ച നിലമ്പൂരിൽ വെച്ച് വലിയ വൻപിച്ച ഒരു കർഷക ധർണ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന കൈവശ ഭൂമിയുടെ പട്ടയമില്ലായ്മ, EFL നിയമം മൂലം നഷ്ടപ്പെട്ട ഭൂമിയുടെ പ്രശ്നങ്ങൾ, വന്യമൃഗ ആക്രമണം മൂലം ജീവഹാനിയും കൃഷിനാശവും തുടങ്ങിയ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും പാർട്ടി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്വന്തമായൊരു ഭവനം, ഇതായിരുന്നു അമൽ കൃഷ്ണയുടെ സ്വപ്നം. സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കൂട്ടുകാരി ശിവാനിയും. മലയാളി മറന്നിട്ടില്ലാത്ത ഉമ്മൻചാണ്ടി എന്ന വിളിയിൽ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്കാവുന്ന അമൽ കൃഷ്ണയുടെ സ്വപ്ന ഭവനത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഉമ്മൻചാണ്ടി എന്ന ശിവാനിയുടെ വിളി മലയാളികൾ മറന്നു കാണില്ല. മാർച്ച് 3 നടക്കാവ് ഗവൺമെന്റ് TTAയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടാൻ വേദിയിലേക്ക് കടന്നുപോകുന്നതിനിടയിലാണ് ഉമ്മൻചാണ്ടിയെ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ വിദ്യാർത്ഥിനി ശിവാനി പേരെടുത്തു വിളിച്ചത്. ആൾക്കൂട്ടത്തിൽ നിന്നും ഉമ്മൻചാണ്ടിക്കരികിലെത്തി സഹപാഠിയായ അമൽ കൃഷ്ണയെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായിരുന്നു ശിവാനി അന്നെത്തിയത്. ആ കുരുന്നിന് നൽകിയ വാക്ക് ഉമ്മൻചാണ്ടി പാലിച്ചു. അമൽകൃഷ്ണയ്ക്ക് ഒരു വീട് എന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടു. കോഴിക്കോട് കുണ്ടൂപ്പറമ്പിലാണ് അമൽകൃഷ്ണയും അച്ഛൻ സുധീഷും അമ്മ അനീഷയും ചേർന്ന ഈ കൊച്ചു കുടുംബത്തിന് വീടൊരുങ്ങുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. അമൽകൃഷ്ണയുടെ മാതാപിതാക്കൾ രോഗബാധിതരാണെന്നത് പരിഗണിച്ച് കുടുംബത്തിന് വരുമാനമാർഗമെന്ന നിലയിൽ ഒരു നില വാടകയ്ക്ക് നൽകാനാകും വിധമാണ് കെട്ടിടം പണിതിട്ടുള്ളത്. തനിക്ക് ലഭിച്ച ഈ സൌഭാഗ്യത്തിന് ഉമ്മൻചാണ്ടി സാറിനോട് നന്ദി പറയാനും അമൽകൃഷ്ണ മറന്നില്ല. ഉമ്മൻചാണ്ടി സാർ കാരണമാണ് ഞങ്ങൾക്ക് ഈ വീടിന്റെ പണി തുടരാൻ പറ്റിയത്. അതുകൊണ്ട് ഈ വീടിന്റെ പണി തുടരുന്നു. ഞങ്ങളുടെ ടീച്ചർമാരെയും സ്കൂളത്തെ എല്ലാ ടീച്ചർമാരും എന്റെ ഫ്രണ്ട്സിന്റെയും ടീച്ചറിന്റെയും എല്ലാം നന്ദി കൊണ്ടാണ് ഈ വീട് പണി ഇങ്ങനെ ആവാനായത്. നടക്കാവ് ഗവൺമെന്റ് TTAയിലെ ചടങ്ങിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സഹായ വാഗ്ദാനം നൽകിയത്. എന്നാൽ അന്ന് നടപടികൾ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കുരുങ്ങുകയും ചെയ്തു. ഇതോടെ പുതിയ സർക്കാർ ഇക്കാര്യം പരിഗണിച്ചു വരുന്നതുവരെയുള്ള താമസം ഒഴിവാക്കാനായി അദ്ദേഹം തന്നെ വ്യക്തിപരമായി വീട് നിർമ്മാണത്തിന് തുക നൽകി. തുടർന്നാണ് സർക്കാരിന്റെയും ഭവന നിർമ്മാണ കമ്മിറ്റിയുടെയും ഫണ്ടുകൾ ഈ വീടിനായി ലഭിച്ചത്. ദിവസങ്ങളും എണ്ണി കാത്തിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി അമൽകൃഷ്ണ തന്റെ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷമായി ജീവിക്കാൻ. ക്യാമറമാൻ റമോ പീറ്ററിനോടൊപ്പം നയൻതാര, കോഴിക്കോട്. നമ്മുടെ സ്വത്തും മലയാള ഭാഷയിലാണെന്നും ഇത് തിരിച്ചറിയണമെന്നും ഡോക്ടർ MN കാരശ്ശേരി. സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ നടന്ന മാതൃഭാഷ പൊതുവിദ്യാലയങ്ങൾ സാമൂഹ്യ പുരോഗതി എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷ പൊതുവിദ്യാലയങ്ങൾ സാമൂഹ്യ പുരോഗതി എന്ന വിഷയത്തിലെ തുറന്ന ചർച്ചയ്ക്കാണ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായത്. സർവശിക്ഷ അഭിയാൻ അർബൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രസ്തുത വിഷയത്തിൽ സംവാദം നടന്നത്. 250ഓളം അധ്യാപകരും വിദ്യാർത്ഥികളും സംവാദത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വത്തം മലയാള ഭാഷയിലാണെന്നും ഇത് തിരിച്ചറിയണമെന്നും സംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ച ഡോക്ടർ MN കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. നമ്മുടെ ബലം എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത്, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, നമ്മുടെ സാമൂഹ്യ ആവിഷ്കാരം എന്ന് പറയുന്നത് ഈ ഭാഷയിലാണ്. നമുക്കൊരു പരിധി നമുക്ക് പിണങ്ങാൻ പറ്റില്ല. നമ്മളല്ലേ, നമുക്ക് പൊതുവായി ഈ പൊതുവായ കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് ആക്കിക്കൊണ്ടുവരുന്നത്. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ AK അബ്ദുൽ ഹക്കീം ചർച്ചകൾ നയിച്ചു. ചേവായൂർ AEO റെജീന, കോഴിക്കോട് സിറ്റി AEO കുസുമം, ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സത്യൻ AN, പ്രസന്നകുമാരി EK, URC നടക്കാവ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഓങ്കാരനാഥൻ P തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതത്തിന്റെ കാര്യം മതപണ്ഡിതർ പറയണമെന്നും ഇല്ലെങ്കിൽ അപകടമുണ്ടാകുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന പേരിൽ SSF സംഘടിപ്പിച്ച മാനവ സംഗമത്തിൽ സൌഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് മാനവ സംഗമം സംഘടിപ്പിച്ചു. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
രാവിലെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം സാമൂതിരിയും കോഴിക്കോട്ടെ മതനേതൃത്വവും എന്ന വിഷയത്തിൽ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂരും, സാമൂതിരിയും കോയമാരം എന്ന വിഷയത്തിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സാമൂതിരിയും മരക്കാൻമാരും എന്ന വിഷയത്തിൽ പ്രൊഫസർ CK അബ്ദുൽ ഖാദിർ, കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രവും മുസ്ലിങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ M നിസാർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സൌഹൃദത്തിന്റെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ടോക്ക് ഡോക്ടർ സുരേഷ് ഖൈനാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ അധ്യക്ഷം വഹിച്ച സൌഹാർദ്ദ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. C മുഹമ്മദ് ഫൈസി, സുലൈമാൻ സക്കാഫി മാളിയേക്കൽ, NV അബ്ദുൾ റസാഖ് സക്കാഫി, TR രാമവർമ്മ, M ഷിഹാബുദ്ദീൻ സക്കാഫി, ഗാസി ഇമ്പിച്ച അഹമ്മദ് ഹാജി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി, മജീദ് കക്കാട്, TK അബ്ദുൾ റഹ്മാൻ സക്കാഫി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything less. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ട് ബേപ്പൂർ കയർ ഫാക്ടറിയിൽ സ്ഥാപിച്ച കയർപിരി യന്ത്രങ്ങൾ പ്രവർത്തന സജ്ജമായി. വൈദ്യുതീകരണ പ്രവൃത്തി പൂർത്തിയായതോടെ കഴിഞ്ഞ ദിവസം യന്ത്രങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചു. ബേപ്പൂർ കയർ ഫാക്ടറിയിൽ സ്ഥാപിച്ച കയർപിരി യന്ത്രങ്ങൾ പ്രവർത്തന സജ്ജമായി. വൈദ്യുതീകരണ പ്രവൃത്തി പൂർത്തിയായതോടെ യന്ത്രങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. 1 മാസം ട്രയൽ റൺ നടത്തിയ ശേഷം യന്ത്രങ്ങളിൽ പൂർണ്ണതോതിൽ കയർപിരി ആരംഭിക്കാനാണ് ലക്ഷ്യം. നിലവിൽ 4 യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കമ്പനിയിൽ കയർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനു പുറമെയാണ് 10 പുതിയ യന്ത്രങ്ങൾ എത്തിച്ചത്. കമ്പനി വളപ്പിലെ സ്പിന്നിംഗ് യൂണിറ്റിൽ സ്ഥാപിച്ച യന്ത്രങ്ങളിൽ ദിവസം 350 കിലോ വരെ ചൂടി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഡീഫൈബറിംഗ് യന്ത്രത്തിലൂടെ പച്ചത്തുണ്ടിൽ നിന്ന് ചകിരിനാര് ഉൽപ്പാദിപ്പിച്ച് ചുരുട്ടുകയറാക്കുകയായിരുന്നു ഇക്കാലമത്രയും ബേപ്പൂർ കയർ ഫാക്ടറിയിൽ ചെയ്തിരുന്നത്. ചുരുട്ടുകയറിന് വിപണിയിൽ വില തകർച്ച നേരിട്ടതോടെ കമ്പനിയിൽ ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് കയർ ഉൽപ്പാദനം സജീവമാക്കുന്നത്. ചുരുട്ടുകയർ കിലോയ്ക്ക് 12 രൂപയാണ് വില ഉള്ളത്. എന്നാൽ ചകിരിനാര് ചൂടിയാക്കിയാൽ കിലോയ്ക്ക് 43 രൂപ മുതൽ 56 രൂപ വരെ വില ലഭിക്കും. ബേപ്പൂർ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൂടി ആലപ്പുഴ ഹെഡ് ഓഫീസിലെത്തിച്ച് കയർ ഭൂവസ്ത്രവും അരൂർ കിംഫ്ര പാർക്കിലെത്തിച്ച് വിവിധ ഇനം ചവിട്ടി ഉണ്ടാക്കാനുമാണ് പദ്ധതി. ബേപ്പൂരിലുള്ള 3.64 ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളും പ്രയോജനപ്പെടുത്തി കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കയർ കോർപ്പറേഷന് പദ്ധതിയുണ്ട്. ഇതിന് 3 കോടി രൂപയുടെ നവീകരണ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ദിവസം 50,000 തൊണ്ട് സംസ്കരിക്കാവുന്ന ഓട്ടോമാറ്റിക് ഡീഫൈബറിംഗ് മിൽ, കയർ ട്രെയിനിംഗ് സ്കൂൾ, ലൈബ്രറി, ഫാക്കൽറ്റി മുറികൾ, അഗ്നി പ്രതിരോധ സംവിധാനം എന്നിവയും ഒരുക്കുന്നുണ്ട്. പരിസര മലിനീകരണമില്ലാതെ ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിവിധ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് നീക്കം. അഴിഞ്ഞിലം പാറമ്മൽ അയ്യപ്പ സേവാ സമിതിയുടെ അന്നദാന മണ്ഡപത്തിന്റെ കാൽനാട്ടൽ കർമ്മവും ശബരിമല മേൽശാന്തിക്ക് സ്വീകരണവും നവംബർ 9 നടക്കും. പന്തൽ കാൽനാട്ടുകർമ്മം നിയുക്ത ശബരിമല മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും. അഴിഞ്ഞിലം പാറമ്മൽ അയ്യപ്പ സേവാ സമിതിയുടെ പ്രവർത്തനം 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടത്തുന്ന അന്നദാന മഹോത്സവത്തിന്റെ പന്തൽ നാട്ടൽ കർമ്മം നിയുക്ത ശബരിമല മേൽശാന്തി തെക്കുംപുറത്ത് മനയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നവംബർ 9 നിർവഹിക്കും. നവംബർ 16 രാവിലെ 9 മണിക്ക് കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ ശബരിമല തീർത്ഥാടകർക്കായി അന്നദാന മഹോത്സവം സമർപ്പിക്കും. 4 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഈ തീർത്ഥാടന കാലത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് അയ്യപ്പ സേവാ സമിതി ഭാരവാഹികൾ പറഞ്ഞു.
സമകാലീന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ചിത്രങ്ങളുമായി 3 സുഹൃത്തുക്കളുടെ ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ കതിരൂർ, സുബ്രഹ്മണ്യൻ തമ്പി, ആർ ജയന്ത്കുമാർ തുടങ്ങിയവരാണ് ചിത്രങ്ങൾക്ക് പിന്നിൽ. ബാലകൃഷ്ണൻ കതിരൂരിന്റെ റിയലൈസേഷൻ എന്ന് പേരിട്ട ചിത്രങ്ങളിൽ പ്രകൃതിയിലെ കാഴ്ചകളും മനുഷ്യന്റെ ബോധമണ്ഡലത്തിലെ ഉൾക്കാഴ്ചകളുമാണ് വിഷയങ്ങൾ. ഏകവർണ്ണങ്ങളിൽ തീർത്ത 16 ചിത്രങ്ങളാണ് ഇവയിലുള്ളത്. അമൂർത്ത സ്വഭാവമുള്ള വസന്തം, ടു ഹോം, റെഡ്, ഉപാസന, വാർദ്ധക്യത്തിലേക്ക് മഴ എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. പ്രകൃതിയിലെ കാഴ്ചകളെ അമൂർത്ത തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ ജലച്ചായം അക്രിലിക് മാധ്യമങ്ങളിലാണ് വരച്ചിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ സുബ്രഹ്മണ്യൻ തമ്പിയുടെ ഇമോഷൻസ് എന്ന് പേരിട്ട ചിത്രങ്ങൾ വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന മനുഷ്യർ സ്വയം വികസനം മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ മനുഷ്യത്വം തന്നെ അന്യവൽക്കരിക്കപ്പെടുന്നതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. സമകാലീന കേരളത്തിലെ മുഖ്യ വിഷയമായ തെരുവുനായ്ക്കളുടെ ആക്രമണം ഉൾപ്പെടെ ഈ ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. മനുഷ്യനെയും പ്രകൃതിയെയും സമയത്തെയും സമന്വയിപ്പിക്കുന്ന പ്രകൃതിയുടെ വൈവിധ്യമാർന്ന മുഖങ്ങളും പ്രകൃതി ചൂഷണവും നഗരവൽക്കരണവും ചരിത്രശേഷിപ്പുകളുമാണ് സുബ്രഹ്മണ്യൻ തമ്പിയുടെ ചിത്രങ്ങളിലുള്ളത്. എറണാകുളം സ്വദേശിയായ ആർ ജയന്ത്കുമാറിന്റെ പേരിട്ടിട്ടില്ലാത്ത ചിത്രപ്രദർശനത്തിൽ മനുഷ്യനും സമൂഹവും നാടിന്റെ നേർക്കാഴ്ചകളുമാണ് വിഷയമാക്കിയിരിക്കുന്നത്. അക്രിലിക് മാധ്യമത്തിൽ വരച്ച ഈ ചിത്രങ്ങളിൽ മനുഷ്യ മനസ്സുകളുടെ വിഹ്വലതകളും പ്രതിഫലിക്കുന്നുണ്ട്. പ്രദർശനം 8-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭോപ്പാൽ മാൽക്കൻഗിരി കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ കോഴിക്കോട്ട് പൊതുയോഗം നടത്തും. നവംബർ 11-ന് പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ പൊതുയോഗം ചേരുക. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ UAPA വിചാരണ തടവുകാരായ 8 മുസ്ലിം യുവാക്കളെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ അതിർത്തിയിൽ 40ഓളം CPI പ്രവർത്തകരെയും കൂട്ടക്കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് നവംബർ 11-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം നടത്തുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കും വിധമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പോലീസും ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും ആദിവാസികളും ദളിതുകളും വിപ്ലവ ും സർക്കാരുമായി രാഷ്ട്രീയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുമാണ് ഭരണകൂട അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടക്കൊലകളും വ്യാജ ഏറ്റുമുട്ടൽ കൊലകളും വ്യാപകമാകുന്നതിലും UAPA ചുമത്തുന്നതിലും പ്രതിഷേധിച്ച് നടത്തുന്ന പൊതുയോഗത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും A. വാസു, V. ശിവൻകുട്ടി, ഷജിൽ കുമാർ തുടങ്ങിയവർ പറഞ്ഞു. ശതവത്സരാഘോഷങ്ങൾക്കൊരുങ്ങി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കോഴിക്കോട് ശാഖ. നവംബർ 18, 19, 20 തീയതികളിൽ ടാഗോർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കോഴിക്കോട് ശാഖയ്ക്ക് 100 വയസ്സ് തികയുകയാണ്. നവംബർ 18, 19, 20 തീയതികളിൽ ശതവത്സരാഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെയാണ് നടത്താനൊരുങ്ങുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട നവോത്ഥാന ആശയങ്ങളുടെ ഭാഗമായിട്ടാണ് വൈദ്യരത്നം PS വാര്യർ 1902 ആര്യവൈദ്യശാല സ്ഥാപിച്ചത്. സമൂഹത്തിലെ എല്ലാവർക്കും അറിവും ആരാധനയും ചികിത്സയും ലഭ്യമാക്കണം എന്ന ആശയത്തെ കർമ്മപദത്തിൽ എത്തിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പാളയം ജംഗ്ഷനു സമീപം കല്ലായി റോഡിൽ ആര്യവൈദ്യശാലയുടെ 1ാമത്തെ ശാഖയ്ക്ക് 1916 തുടക്കമായത്. ശതവത്സരാഘോഷങ്ങൾ സമുചിതമായി കൊണ്ടാടുന്നതിന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചെയർമാനും ഡോക്ടർ PM വാര്യർ ജനറൽ കൺവീനറുമായ സ്വാഗത സംഘം രൂപവത്കരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 23 മുതൽ ശതവത്സര സായാഹ്ന സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കുടുംബ സദസ്, വൈദ്യസംഗമം, ദേശീയ ആയുർവേദ ദിനാചരണം, ആരോഗ്യ സമീക്ഷ, ഡീലേഴ്സ് മീറ്റ്, സംസ്കൃതത്തിലെ ശാസ്ത്രചിന്തകൾ, പ്രഭാഷണം, അക്ഷരശ്ലോക സദസ് തുടങ്ങി നിരവധി പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. കവി സദസ്, കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, ഗസൽ സന്ധ്യ എന്നിവയും തുടർന്നുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. നവംബർ 18-ന് സ്ഥാപകന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PK വാര്യർ ദീപശിഖ കൊളുത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. 3 ദിവസം നീളുന്ന ആഘോഷത്തിൽ സമൂഹത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കുചേരും. ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമാർന്ന കലാപരിപാടികളാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കോഴിക്കോടിന് സമർപ്പിക്കുക. ജനറൽ മാനേജർ KS മണി, ചീഫ് ഫിസിഷ്യന്മാരായ ഡോക്ടർ PM വാര്യർ, ഡോക്ടർ K മുരളീധരൻ, ഫാക്ടറി മാനേജർ ഡോക്ടർ SJ രമേശ്, ചീഫ് എഡിറ്റർ ഡോക്ടർ KG പൌലോസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിഭക്തമായ മാനവ സമൂഹത്തിന് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാവന നൽകാൻ വേദത്തെ ആധാരമാക്കിയുള്ള പഠനം കൊണ്ടേ കഴിയൂ എന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. വേദശ്രീ സത്സംഗ സമിതിയുടെ വേദപഠനം 5ാം ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ.
മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിഭക്തമായ മാനവ സമൂഹത്തിന് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാവന നൽകാൻ വേദത്തെ ആധാരമാക്കിയുള്ള പഠനം കൊണ്ടേ കഴിയൂവെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. വേദശ്രീ സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വേദപഠനം 5ാം ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടമാണ്. എന്താണ് ബ്രാഹ്മണൻ എന്ന് നമുക്ക് തന്നെ അറിയില്ല. സാധാരണ നിലയിൽ നമ്മൾ ഹിന്ദുക്കളെ, കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് നൽകിയിട്ടുള്ള, മാനവരാശിക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വേദങ്ങൾ. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. മതം ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല എന്നും അത് നിത്യജീവിതത്തിൽ ആചരിക്കപ്പെടാനുള്ളതാണെന്നും കാലടി വേദവിദ്യാ പ്രതിഷ്ഠാൻ ഡയറക്ടർ AT രഘുനാഥ് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ അനുഗ്രഹഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേണുഗോപാൽ ദർശനാചാര്യ രചിച്ച വൈവസ്വതം, പിതൃമേധം എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രകാശനം ഡോക്ടർ പ്രിയദർശൻലാൽ നിർവഹിച്ചു. വേദാചാര്യൻ ശശി കമ്മട്ടേരി, ഡോക്ടർ ആര്യദേവി, പ്രൊഫസർ കൃഷ്ണവർമ്മരാജ, യോഗാചാര്യ ശരത് കുമാർ, C ശേഖർ, റീത ദിനേഷ് കുമാർ, TP മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലക്ഷ്മിക കലാശാലയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. മനോജ് ഇരിട്ടിയുടെ ജംഗിൾ ടൈൽസ് എന്ന ചിത്ര പ്രദർശനം നവംബർ 9 മുതൽ 13 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ അധ്യാപകനാണ് മനോജ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ പകർത്തിയ വന്യജീവി ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 60-ൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനോജ് പറഞ്ഞു. പ്രദർശനം ആർട്ട് ഗാലറിയിൽ നവംബർ 9-ന് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും പകർത്തിയവയാണ് ചിത്രങ്ങൾ. രാവിലെ 11 മുതൽ വൈകുന്നേരം 7 മണിവരെയാണ് പ്രദർശനം നവംബർ 13-ന് സമാപിക്കും. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് യുവജനങ്ങളാണെന്ന് MP അബ്ദുസമദ് സമദാനി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നിശബ്ദരാക്കപ്പെടുന്ന യൗവനം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് നിശബ്ദരാക്കപ്പെടുന്ന യൗവനം എന്ന വിഷയത്തിൽ കോഴിക്കോട് സെമിനാർ നടന്നത്. സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം MP അബ്ദുസമദ് സമദാനിയാണ് നിർവഹിച്ചത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് യുവജനങ്ങളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മൂലധനം യുവാക്കളാണ്. ഇന്ത്യയുടെ യശസ്, അന്തസ്, ശാസ്ത്രം, രാഷ്ട്രീയം, സംസ്കാരം എല്ലാം യുവാക്കളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുദ്ധിപരമായി അവിടെയാണ് പ്രശ്നം. ധൈഷണികമായി അവരെ തോൽപ്പിച്ച് മുന്നേറാൻ കഴിയുന്ന യൗവനമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ റിസോഴ്സ്. ഇന്ത്യയുടെ യശസ്, ഇന്ത്യയുടെ അന്തസ്, ഇന്ത്യയുടെ ശാസ്ത്രം, ഇന്ത്യയുടെ സാഹിത്യം, ഇന്ത്യയുടെ വികാസം, ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയുടെ സംസ്കാരം എല്ലാം അവരാണ്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ സുരേഷ് കൈർനർ സെമിനാറിൽ മുഖ്യാതിഥിയായി എത്തി. P സുരേന്ദ്രൻ, സിവിക് ചന്ദ്രൻ, CK സുബൈർ, PK ഫിറോസ്, നജീബ് കാന്തപുരം, KT അബ്ദുറഹ്മാൻ, മിഷാബ് കീഴരിയൂർ, ഉമ്മർ പാണ്ടികശാല, ഷിജിത് ഖാൻ, KK നവാസ്, സജിത് നടുവണ്ണൂർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ സൌത്ത് ഗവൺമെന്റ് LP സ്കൂൾ കവാടത്തിലെ തണൽമരം പൊട്ടിവീണു. സംഭവ സമയം വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബേപ്പൂർ കയർ ഫാക്ടറിക്ക് സമീപത്തെ സൌത്ത് ഗവൺമെന്റ് LP സ്കൂൾ കവാടത്തിലെ തണൽമരമാണ് പൊട്ടിവീണത്. വൈകിട്ട് 4:30യോടെയായിരുന്നു കൂറ്റൻ മരക്കമ്പ് സ്കൂൾ വളപ്പിലേക്ക് മുറിഞ്ഞു വീണത്. വിദ്യാർത്ഥികളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് മരം അരികിലേക്ക് മാറ്റി. വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കാൻ നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പിലും കോർപ്പറേഷൻ അധികൃതർക്കും സ്കൂൾ അധികൃതർ നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നവംബറിൽ നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കോഴിക്കോട് ടീം അംഗങ്ങൾ പരിശീലനം ആരംഭിച്ചു. ജില്ലാതലത്തിൽ ഗോൾഡ്, സിൽവർ മെഡൽ നേടിയ കുട്ടികളാണ് പന്തിരാങ്കാവിൽ പരിശീലനത്തിൽ ഉള്ളത്. നവംബർ 11, 12, 13 തീയതികളിൽ നിലമ്പൂരിൽ നടക്കുന്ന സംസ്ഥാനതല കാഡറ്റ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലാ ടീമിന് പന്തീരങ്കാവിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ നിന്നെത്തിയ 35 കുട്ടികളാണ് ഈ ക്യാമ്പിൽ പരിശീലനം നേടുന്നത്.
മാസ്റ്റർ PC ഗോപിനാഥ്, പ്രണവ്, ജ്യോതിഷ്, ഉമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഇത്തവണ കോഴിക്കോട് ജില്ലാ ടീം മൊത്തത്തിൽ ഒരു റണ്ണറപ്പ് വരെയെങ്കിലും എത്തുമുള്ള പ്രതീക്ഷ ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പെൺകുട്ടികളുടെ ടീമിനെ സേബ CKയും ആൺകുട്ടികളുടെ ടീമിനെ അർജുൻ KPയും നയിക്കും. സൌരോർജ്ജ പദ്ധതിക്ക് പ്രോത്സാഹനം നൽകി കോഴിക്കോട് ജം സോളാർ പ്രവർത്തനം ആരംഭിച്ചു. ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സോളാർ ഉൽപ്പന്നങ്ങളാണ് ജം സോളാർ ഉപഭോക്താക്കൾക്കായി തുറന്നു കാട്ടുന്നത്. ബിസിനസ് മേഖലയിൽ വർഷങ്ങളുടെ പരിചയമുള്ള 10 പേരുടെ സംരംഭമാണ് ജംസ്. സൂര്യനുദിച്ചാൽ ലഭ്യമാകുന്ന സൌരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അത്തരത്തിൽ സൌരോർജ്ജ പദ്ധതിക്ക് പ്രോത്സാഹനം നൽകാൻ ജം സോളാർ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങാലി ആണ്ടി റോഡിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി സജ്ജമായ ജം സോളാറിന്റെ ഉദ്ഘാടന കർമ്മം മന്ത്രി AK ശശീന്ദ്രനാണ് നിർവഹിച്ചത്. വൈദ്യുതിയുടെ പ്രതിസന്ധികൾ കുറയ്ക്കാൻ ജനങ്ങൾ തന്നെ വിചാരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പിനാണ് ജംസ് തയ്യാറെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ നമുക്ക് പക്ഷേ സോളാർ എന്ന ഈ സൂര്യതാപം ഉപയോഗപ്പെടുത്തിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയോട് പുറംതിരിഞ്ഞു നിൽക്കാൻ സാധ്യത. ചടങ്ങിൽ KSEC സംസ്ഥാന പ്രസിഡന്റ് കാവിൽ P മാധവൻ, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VV സാബു, KRS എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP കുഞ്ഞി മുഹമ്മദ്, PF ടെക്നോളജീസ് മാനേജിംഗ് പാർട്ട്നേഴ്സായ പ്രശാന്ത് M, ബേബി ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ജംസിന്റെ പ്രത്യേകത. വിദേശത്തും സ്വദേശത്തും ബിസിനസ് മേഖലയിൽ വർഷങ്ങളായി പ്രാവീണ്യം തെളിയിച്ച 10 പേർ ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓൺഗ്രിഡ് പാനൽ നിർമ്മിച്ച് KSEBക്ക് ജം സോളാർ വൈദ്യുതിയും നൽകുന്നുണ്ട്. കുടിൽ മുതൽ കൊട്ടാരം വരെ ഇതാണ് ജംസിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. ഏതു സാധാരണക്കാരനും കുറഞ്ഞ ചിലവിൽ സോളാർ ലഭ്യമാക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജം സോളാറിനെ കുറിച്ച് മാനേജിംഗ് പാർട്ണർ MAK മുഹമ്മദ്. ഇപ്പം മനസ്സിൽ എല്ലാവരും സോളാർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു പണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം അല്ല, ഒരു സാധനമാണെന്നൊരു തോന്നലുണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 225 രൂപയാണ് ഇതിന്റെ വില. ഒരു കറണ്ട് പോകുമ്പോൾ പവർ കട്ട് ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ഒരു വീട്ടിലേക്ക് ഈ ഒരു സാധനം മതി. 250 രൂപയ്ക്ക് ഈ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. മോണോ ക്രിസ്റ്റലൈൻ പാനൽ, പോളി ക്രിസ്റ്റലൈൻ പാനൽ, MPPT ചാർജ് കൺട്രോളർ, PWM ചാർജ് കൺട്രോളർ, ഇൻവെർട്ടേഴ്സ്, ഗ്രിഡ് ടയേർഡ് ആൻഡ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ്, പോർട്ടബിൾ സോളാർ ജനറേറ്റർ, സോളാർ ലാന്റേൺസ് തുടങ്ങിയവയാണ് ജം സോളാറിന്റെ സോളാർ ഉൽപ്പന്നങ്ങൾ. പാനലുകൾക്ക് ജം സോളാർ 25 വർഷം വാറന്റി നൽകുന്നുണ്ട്. മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് 2 വർഷവും ബാറ്ററികൾക്ക് 5 വർഷവും വാറന്റി നൽകുന്നു. ജം സോളാർ എ ഡിവിഷൻ ഓഫ് PF ടെക്നോളജീസ് LLP, ആണ്ടി റോഡ്, വെങ്ങാലി, കോഴിക്കോട്. ഫോൺ 049524600406. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ്. പ്രതിഷേധവുമായി നിലമ്പൂരിൽ കർഷക ധർണ. നമ്മുടെ സ്വന്തം മലയാള ഭാഷയിലാണെന്ന് ഡോക്ടർ MN കാരശ്ശേരി. സർവശിക്ഷ അഭിയാൻ നേതൃത്വത്തിൽ മാതൃഭാഷാ പൊതുവിദ്യാലയങ്ങൾ എന്ന വിഷയത്തിൽ സംവാദം. തൊഴിൽ നിയമം കാറ്റിൽ പറത്തിയാണ് കൺസ്യൂമർ ഫെഡിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് യങ് വർക്കേഴ്സ് ദേശീയ പ്രസിഡന്റ് കാഞ്ഞിരവിള അജയകുമാർ. അന്യായമായ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധ ധർണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.